നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ക്വസ്റ്റ്യൻസിൽ ഞാൻ സോളിഡ് മെക്കാനിക്സിൻ്റെ പോർഷൻ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ പ്രീവിയസ് സിലബസ് പ്രകാരം നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച് നമുക്ക് നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, ക്ലാസ്സിലെല്ലാം അത് പഠിച്ചിട്ടുള്ളതാണ്. ഇലാസ്റ്റിസിറ്റി എന്താണ്, സ്ട്രെസ്, സ്ട്രെയിന്, അല്ലേ, അതുപോലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതിൻ്റെ കോൺസെപ്റ്റുകൾ, ഹൂക്സ് ലോ, അതെല്ലാം നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്തതാണ്. അതുപോലെ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, അല്ലേ, ഇതൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സോളിഡ് മെക്കാനിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരെ നമ്മൾ സോളിഡ് മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഫ്ലൂയിഡ് മെക്കാനിക്സിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ്, ഫ്ലൂയിഡിൻ്റെ പ്രഷർ, പാസ്കൽസ് ലോ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അല്ലേ, അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ, സർഫസ് എനർജി, വിസ്കോസിറ്റി, ബെർണോളീസ് തിയറം, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളീസ് തിയറം, പിന്നെന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ടെർമിനൽ വെലോസിറ്റി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കെ ഈസ് ഫോൾസ്. നോക്കുക, ശ്രദ്ധിക്കുക, ഓരോ ക്വസ്റ്റ്യൻസും ശ്രദ്ധിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അത് ശരിയെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ എന്നുള്ള കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ വൈസ് നോക്കുമ്പോൾ പ്രഷറും സ്ട്രെസ്സും എന്താണ്, സെയിം ഇക്വേഷൻ തന്നെയാണ്. ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ് പ്രഷറും അതുപോലെ സ്ട്രെസ്സും, അല്ലേ. എന്നാൽ ഇതിനെന്താണ്, ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇതിന് വ്യത്യാസമുണ്ട്. അതായത് ഞാൻ പറയുകയാണ്, നമ്മളൊരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ഏരിയ, അങ്ങനെയാണ് നമ്മൾ ആ പ്രഷറിന്റെ ഡെഫിനിഷൻ പറയുന്നത്. നിങ്ങളിപ്പം ഇതല്ല ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ചിലപ്പം ഓപ്ഷനിൽ കാണാം ഈ പ്രഷറും അതുപോലെ സ്ട്രെസ്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നിങ്ങൾ ആലോചിക്കണം, എന്താണ്, പ്രഷർ ആണെങ്കിൽ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ഏരിയ, അല്ലേ, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്, അവിടേക്ക് ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ സ്ട്രെസ്സിലേക്ക് വന്നേ, സ്ട്രെസ്സിലേക്ക് വരുമ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് തന്നെയാണ് സ്ട്രെസ്സും, പക്ഷേ അത് പെർപെൻഡിക്കുലർ ആവാം, ടാൻജൻഷ്യൽ ആവാം, പാരലൽ ആവാം, എങ്ങനെ വേണേലും ആവാം. മനസ്സിലായോ? അപ്പോൾ അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രഷറും സ്ട്രെസ്സും തമ്മിലുള്ള ഫസ്റ്റത്തെ ഡിഫറൻസ് അതാണ് കേട്ടോ. എന്താണ്, പ്രഷർ ആണെങ്കിൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണ്, എന്നാൽ സ്ട്രെസ് ആണെങ്കിൽ എന്താണ്, പെർപെൻഡിക്കുലർ ആവണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും ആവാം. മനസ്സിലായില്ലേ? അടുത്ത പോയിന്റ്, നമ്മുടെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ആദ്യമേ പഠിക്കുന്ന കാര്യമാണ്, അല്ലേ. പ്രഷർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, അതിനൊരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഒരു ഡയറക്ഷൻ ഒന്നും പറയുന്നില്ല. എന്നാൽ നമ്മുടെ എന്താണ്, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, നമ്മൾ അതിന് ടെൻസർ ക്വാണ്ടിറ്റി എന്ന് പറയും കേട്ടോ. എന്താണ്, ഒരു ടെൻസർ ക്വാണ്ടിറ്റി ആണ് ആര്, സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. പക്ഷേ ഡയറക്ഷൻ നമുക്കൊരു സ്പെസിഫൈഡ് ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അതാണ് ആർക്ക്, നമ്മുടെ സ്ട്രെസ്സിനുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ സമയത്തെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ഡീഫോംഡ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും പറഞ്ഞില്ലേടാ? പറഞ്ഞു. അതായത് നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷറിന്റെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ ഡീഫോംഡ് ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണ്. എന്നാൽ സ്ട്രെസ് ആണെങ്കിലോ, സ്ട്രെസ് ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് റീഗെയിൻ ചെയ്ത് വരാൻ വേണ്ടുന്നൊരു ഫോഴ്സ് ഇല്ലേടാ, റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫോഴ്സ്, പ്രഷറും സ്ട്രെസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലേക്ക് വരൂ.
ഞാൻ പറഞ്ഞു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. നമ്മൾ രണ്ട് ടേംസ് ആദ്യം പഠിക്കുന്നതാണ്, സ്ട്രെസ്സും സ്ട്രെയിനും. അപ്പൊ സ്ട്രെസ് എന്താണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞു. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇക്വേഷൻ പഠിക്കും, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇതാണ് നമ്മുടെ സ്ട്രെയിനിന്റെ ഫോർമുല. മനസ്സിലായില്ലേ? ജനറലി ഞാൻ പറഞ്ഞതാണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്നുള്ളതാണ് ആരുടെ ഫോർമുല? നമ്മുടെ സ്ട്രെയിനിന്റെ ഫോർമുല. ഇനി ഈ സ്ട്രെയിൻ എന്നുള്ളത് പലതരം സ്ട്രെയിൻ ആവാം. മനസ്സിലായില്ലേ? സ്ട്രെയിൻ എന്നുള്ളത് പലതരത്തിലാവാം. അതായത് ഏതൊക്കെയാവാം? അതായത് ഇപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉള്ള ഒരു ഒബ്ജക്റ്റ്, മനസ്സിലായില്ലേ? അതിനകത്ത് ഞാനൊരു ഡീഫോമയുടെ ഫോഴ്സ് കൊടുത്തു, അപ്ലൈ ചെയ്തൊരു ഫോഴ്സ് കൊടുത്തു, അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ആയി. അങ്ങനെയാണെങ്കിൽ അവിടെ അനുഭവപ്പെട്ട സ്ട്രെയിൻ എന്താണ്? സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ഒരു കമ്പി, ഒരു നീളമുള്ള ഒരു കമ്പി ഞാനിങ്ങനെ വലിച്ചു നീട്ടുവാണ്. അപ്പോൾ ഇനിഷ്യലി ഉണ്ടായിരുന്ന ലെങ്തിനേക്കാൾ ഒരു വ്യത്യാസം പുതിയ ലെങ്തിൽ വന്നില്ലേടാ? അതിൻ്റെ ചേഞ്ച് ഉണ്ടായില്ലേ? അതിൻ്റെ ലെങ്തിനൊരു ചേഞ്ച് ഉണ്ടായില്ലേ? അല്ലേ? അപ്പോൾ അവിടെ അനുഭവപ്പെട്ട സ്ട്രെയിൻ എന്തായിരിക്കാം? സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ചിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആയിരിക്കാം. മനസ്സിലായില്ലേ? അതാണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്നാണ് നമ്മൾ ജനറലി അതിൻ്റെ ഇക്വേഷൻ. ഇനി ലെങ്തിനാണ് ചേഞ്ച് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയാം, അഥവാ ചേഞ്ചിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയാം. അതാണ് എന്തെന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ അത്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ വോളിയം സ്ട്രെയിൻ കേട്ടിട്ടുണ്ടോ? വോളിയം സ്ട്രെയിൻ കേട്ടിട്ടുണ്ടോ? നമ്മൾ പഠിച്ചതാണ്. വോളിയം സ്ട്രെയിനും എന്താണ്? നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനകത്ത് അല്ലെ, നമ്മൾ ഡീഫോമേഷൻ കൊടുത്തു, ഡീഫോംഡ് ഫോഴ്സ് കൊടുത്തപ്പോൾ അതിൻ്റെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടായി. വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്താണ്? ഒരു പർട്ടിക്കുലർ ചേഞ്ച് വോളിയത്തിനുണ്ടായി. അപ്പോൾ അവിടെയുള്ള വോളിയം സ്ട്രെയിൻ അഥവാ ബൾക്ക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. നമ്മൾ ഫിസിക്സിലും മാത്സിലും ഒക്കെ ഈ ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണെടാ? ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണ്, ഡെൽറ്റ. ഓക്കെ. അപ്പൊ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ബൈ ഒറിജിനൽ വോളിയം വി, ഡെൽറ്റ വി ബൈ വി. അതാണ് എന്തെന്ന് പറയുന്നത്? അതാണ് വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് എന്തെന്ന് പറഞ്ഞത്? ഞാൻ ആദ്യം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞത്. അതായത് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വരും. ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വരും. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്? ഷിയർ സ്ട്രെയിൻ കേട്ടിട്ടുണ്ടോ? മൂന്നാമത്തെ ഒരു ടേമാണ് ഷിയർ സ്ട്രെയിൻ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ, ഒരു ഡീഫോംഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ ഷേപ്പിനാണ് ചേഞ്ച് ഉണ്ടായതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഷിയർ സ്ട്രെയിൻ എന്ന് പറയും. എന്താണ്? ഷിയർ സ്ട്രെയിൻ എന്ന് പറയും. അപ്പം 3 തരം സ്ട്രെയിൻ ആണുള്ളത്. ഏതൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അതുപോലെ തന്നെ വോളിയം സ്ട്രെയിൻ, പിന്നെ ഷിയർ സ്ട്രെയിൻ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് സ്ട്രെസ്സും ഉള്ളത്. അപ്പം ഞാൻ ആദ്യം സ്ട്രെസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലെങ്തിനാണ് വ്യത്യാസം ഉണ്ടാകുന്നതെങ്കിൽ അല്ലേ, അതിനെ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയാം അല്ലെ. ലെങ്ത് വൈസ് ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി വോളിയം വൈസ് ഉണ്ടാകുന്ന സ്ട്രെസ് അപ്പം എന്തായിരിക്കാം? ബൾക്ക് സ്ട്രെസ് ആയിരിക്കാം അല്ലെ, അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് ആയിരിക്കാം. ഇനി അതിന്റെ ഷേപ്പിനുണ്ടാകുന്നത് മൂലം, ഷേപ്പ് ചേഞ്ച് ഉണ്ടാകുന്ന മൂലമുള്ള സ്ട്രെസ് എന്തായിരിക്കാം? അതാണ് അതിന്റെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 ടേംസും ആലോചിച്ച് വെച്ചിരിക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെ, വോളിയം സ്ട്രെസ്, വോളിയം സ്ട്രെയിൻ, അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് അതൊന്നുമല്ല. ഞാൻ ആ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നതാണ്. ഇത് ഇത്രയൊക്കെ അറിയാമെങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്താണെന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോടാ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് കേട്ടോ. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ, അതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഈ ഇക്വേഷൻ എവിടുന്നാ വന്നത്? നമ്മളൊരു ഹൂക്സ് ലോ പഠിച്ചിട്ടില്ലേ? ഹൂക്സ് ലോ. എന്താ ഹൂക്സ് ലോ പറയുന്നത്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അങ്ങനല്ലേടാ? അല്ലേ? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കാം. അപ്പോൾ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്,
ഇങ്ങനെയാണ് നമുക്ക് ആ ഇക്വേഷൻ വരുന്നത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നുള്ളത് എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ പ്രീവിയസ് ക്ലാസ്സുകളെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വരാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയില്ല. ഓക്കെ അല്ലേ? അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കിയിടാൻ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു കെ ഈസ് ഫോൾസ്. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് ഓപ്ഷൻ എ, ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് ഈക്വലൻ ടു പാസ്കൽസ്. അല്ലേ? നമുക്ക് ഫോൾസ് ആയിട്ടുള്ളതാണ് അറിയേണ്ടത് കേട്ടോ. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ SI യൂണിറ്റ് പാസ്കൽ ആണെന്നാണ് പറയുന്നത്. ആണോ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് വരുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേടാ? സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്താ? സ്ട്രെസ്സിന്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ? സ്ട്രെസ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതിനെ ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 എന്ന് എഴുതാം. ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 എന്ന് എഴുതി അല്ലേ? അപ്പോൾ സ്ട്രെസ്സിന്റെ യൂണിറ്റ് ആയി. ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെയിനിന്റെ യൂണിറ്റ് എന്താണ്? സ്ട്രെയിനിന് യൂണിറ്റ് ഉണ്ടോ? എടാ നോക്കിയേ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്താ? ഡെൽറ്റ എൽ ബൈ എൽ ഞാൻ എടുത്തു അല്ലേ? ഡെൽറ്റ എൽ ബൈ എൽ എടുത്തു. ശ്രദ്ധിക്കണേ. അപ്പൊ എല്ലിന്റെ ഡയമെൻഷൻ എന്താ? ലെങ്തിന്റെ ഡയമെൻഷൻ എൽ ആണ്. ബൈ ഒറിജിനൽ ലെങ്ത് അതും എൽ ആണ്. സോ എല്ലും എല്ലും ക്യാൻസൽ ചെയ്ത് പോകും. ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. ആലോചിക്കുക, പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറഞ്ഞത്. സ്ട്രെയിനിന് യൂണിറ്റോ ഡയമെൻഷനോ ഇല്ല. സ്ട്രെയിൻ ഹാവ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. എന്നാൽ സ്ട്രെസ്സിനുണ്ടോ? സ്ട്രെസ്സിന് യൂണിറ്റും ഉണ്ട് ഡയമെൻഷനും ഉണ്ട് അല്ലേ? സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്താ? സ്ട്രെസ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന്റെ ഒറ്റ വാക്കിൽ പറയുന്ന ഒരു പേരുണ്ടല്ലോ. എന്താ അത്? പാസ്കൽ. എന്താണ്? പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ പറയുന്ന പേരാണ് പാസ്കൽ. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്ട്രെയിനിന് യൂണിറ്റ് ഒന്നും ഇല്ല. ഞാൻ അതുപോലെ ഒന്നുമില്ല. സോ എന്ത് വരും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് തന്നെ വരും. നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അഥവാ പാസ്കൽ എന്ന് വരും. പാസ്കൽ കണ്ടോ? അപ്പോൾ സ്ട്രെസ്സിനും സ്ട്രെയിനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്ട്രെസ്സിന് മാത്രമേ യൂണിറ്റ് ഉള്ളൂ. സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്താണ്? പാസ്കൽ അഥവാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ബൈ ഒരു യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്തത്. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെ വരും. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റും അതുപോലെ സ്ട്രെസ്സിന്റെ യൂണിറ്റും പ്രഷറിന്റെ യൂണിറ്റും എന്താണ്? പാസ്കൽ തന്നെയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഫസ്റ്റത്തെ പോയിന്റ് അപ്പോൾ അവിടെ കറക്റ്റ് ആണ്. അടുത്തത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഇത് മെറ്റീരിയലിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഡിപ്പെൻഡ് ചെയ്യുമോ? നമുക്കറിയാം ഓരോ മെറ്റീരിയലിനും ഓരോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് അല്ലേ? റബ്ബറിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണോ ഇരുമ്പിനുള്ളത്? ആണോ? അല്ല. അത് ഓരോ മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ എന്നുള്ളത് ശരിയാണ്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് ഫോർ എ ബോഡി ഈവൻ ഇഫ് ദ ബോഡീസ് ലെങ്ത് ഈസ് ഡബിൾ. ഒരു ബോഡിയുടെ ലെങ്ത് ഡബിൾ ആയി കഴിഞ്ഞാലും എന്താണ്? ഇത് കോൺസ്റ്റന്റ് ആണ് എന്നാണ് പറഞ്ഞത്. ആണോ അല്ലേ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡിയുടെ ലെങ്ത് ഡബിൾ ആവുന്നതനുസരിച്ച് എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാ പറഞ്ഞത്. കോൺസ്റ്റന്റ് ആയിരിക്കുമോ? ആയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. അപ്പൊ റബ്ബറിന് ഒരു പർട്ടിക്കുലർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇനി അതിന്റെ ലെങ്ത് ഇരട്ടിയാണെങ്കിലും അല്ലെങ്കിലും ഇതിന്റെ വാല്യൂ എന്താണ്? ഫിക്സഡ് ആണ്. അപ്പൊ ആ പറഞ്ഞ പോയിന്റ് എന്താ? ശരിയാണ് അല്ലേ? അപ്പോ ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് തന്നെയാണ് ഈവൻ ഇഫ് ദ ബോഡീസ് ലെങ്ത് ഡബിൾഡ്. ഓക്കെ അല്ലേ? അടുത്തത് ഓപ്ഷൻ ഡി എന്താ പറഞ്ഞേക്കുന്നേ? ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ അപ്ലൈഡ് സ്ട്രെസ് ആൻഡ് റിസൾട്ടിംഗ് സ്ട്രെയിൻ അല്ലേ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ അപ്ലൈഡ് സ്ട്രെസ് ആൻഡ് റിസൾട്ടിംഗ് സ്ട്രെയിൻ. ശരിയാണോ തെറ്റാണോ? അതാണ് തെറ്റ്. എന്താണ്? ഞാൻ പറഞ്ഞു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് എന്താണ്? മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്, കണ്ടോ, ഇൻഡിപെൻഡന്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ അപ്ലൈഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നുള്ളതാണ് കറക്റ്റ് വരുന്നത് കേട്ടോ.
അപ്പോൾ ഇതിൽ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. When an elastic body is subjected to a deforming force, a restoring force developed within the material. The magnitude of the restoring force is determined by which fundamental principle? ശ്രദ്ധിക്കണേ. എന്താണ്? ഒരു ഇലാസ്റ്റിക് ബോഡിയിൽ ഞാനൊരു ഡീഫോംഡ് ഫോഴ്സ് കൊടുത്തു, അതായത് ഞാനൊരു അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തു. അപ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും ഇലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് അതിന് തിരിച്ചു വരണം. അതിന് വേണ്ടിയിട്ട് അതിനെന്താ? ഒരു ഇന്റേണൽ ആയിട്ട് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്രകാരം അത് ഒറിജിനൽ പൊസിഷനിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ വിച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ? അങ്ങനെ വരുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ പറഞ്ഞതിൽ ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ അതിന് വരാൻ കാരണമായ പ്രിൻസിപ്പിൾ ഏതാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷനിലേക്ക് വന്നേ. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? ഇറ്റ് ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ റിഗാർഡ്ലെസ് ഓഫ് ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ശരിയാണോ തെറ്റാണോ? ഇറ്റ് ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ റിഗാർഡ്ലെസ് ഓഫ് ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് ഒന്നും നോക്കാതെ തന്നെ അതിന്റെ ചേഞ്ച് ഇൻ ഡയമെൻഷനിന് പ്രൊപ്പോർഷണൽ ആണെന്നാ പറഞ്ഞേക്കുന്നത്. ആണോ? അതായത് ഇപ്പൊ തിരിച്ചു വരുമല്ലേടാ, ആ തിരിച്ചു വരുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ചേഞ്ച് ഇൻ ഡയമെൻഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. റോങ് ആണ്. മനസ്സിലായില്ലേ? അടുത്തത്, ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ടു ദ ബോഡീസ് ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് ഇത് റിലേറ്റഡ് ടു സ്ട്രെസ് ആണോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഒറ്റ വാക്കി പറഞ്ഞാൽ സ്ട്രെസ്സുമായിട്ടുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സിന് സ്ട്രെസ്സുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ അതുമല്ല. അടുത്തത് മൂന്നാമത്തത്, ഇറ്റ് ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ടു ദ അപ്ലൈഡ് ഡീഫോമിംഗ് ഫോഴ്സ്. കറക്റ്റ് ആണോ തെറ്റാണോ? ആലോചിച്ച് നോക്കാം. നോക്കിയേടാ, ഇറ്റ് ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ടു ദ അപ്ലൈഡ് ഡീഫോമിംഗ് ഫോഴ്സ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പം ഞാനൊരു ഡീഫോംഡ് ഫോഴ്സ് കൊടുത്തു അല്ലേ? ഡീഫോംഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അതൊരു ഇലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് തന്നെ അത് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് വഴി അത് തിരിച്ച് വരുമെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം നിങ്ങളവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനൊരു കാര്യം, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചൊരു കാര്യമാണ്. എന്താണ്? ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷനിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പം ഞാനൊരു ഡീഫോംഡ് ഫോഴ്സ് കൊടുത്താൽ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഞാനൊരു ഡീഫോംഡ് ഫോഴ്സ് കൊടുത്താൽ അതിനുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ അപ്ലൈ ചെയ്ത ഡീഫോംഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, അതേ മാഗ്നിറ്റ്യൂഡുമായിരിക്കും. ആലോചിച്ച് വെച്ചിരിക്കുക കേട്ടോ. എന്താണ്? ഞാൻ അപ്ലൈ ചെയ്ത ഡീഫോംഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെ എന്താണ്? അവിടെയുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനും സെയിം മാഗ്നിറ്റ്യൂഡുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഒബ്ജക്റ്റ് എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തുള്ളൂ. നമ്മൾ ഫിസിക്സിലേക്ക് വരുമ്പോൾ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. മനസ്സിലായോ? അതായത് ഒരു ബോഡി ഇപ്പോൾ റെസ്റ്റിലിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മോഷൻ യൂണിഫോം മോഷനിൽ പോകണമെങ്കിലോ ആ ഒബ്ജക്റ്റിൽ എന്താണ് അനുഭവപ്പെടുന്ന ഫോഴ്സുകളെല്ലാം ഈക്വൽ, എന്താണ് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് അവിടുത്തെ നെറ്റ് ഫോഴ്സ് 0. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലേക്കോ അല്ലെങ്കിൽ എന്താണ് യൂണിഫോം മോഷനിലോട്ടൊക്കെ പോവുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, അതിൻ്റെ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡീഫോംഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനും എന്നാൽ സെയിം മാഗ്നിറ്റ്യൂഡുമായിരിക്കും. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. നമുക്ക് ഓപ്ഷൻ ഡി കൂടി നോക്കാം. ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺലി ഓൺ ദ മെറ്റീരിയൽസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. ആണോ? മെറ്റീരിയലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയെ മാത്രം വെച്ചിട്ടാണോ അത് തീരുമാനിക്കുന്നത്? അല്ല. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ബേസ്ഡ് ഓൺ ദ പ്രൊവൈഡഡ് ഡെഫിനിഷൻസ്? അല്ലെ, നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻസ് പ്രകാരം എന്താണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്തെന്ന് പറയുന്നത് സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അവർ തമ്മിലുള്ള എന്താണ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള അവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? അതല്ലേ ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? സ്ട്രെസ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി വൈൽ സ്ട്രെയിൻ ഹാസ് SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. ഇപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റത്തെ പോയിന്റ് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. എന്തുകൊണ്ട്?
സ്ട്രെസ്സിന് ഡയമെൻഷൻ ഉണ്ട്. സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ പ്രഷറിന്റെ ഡയമെൻഷൻ ആണ്. അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. എന്നാൽ സ്ട്രെയിനിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. യൂണിറ്റ് ഉണ്ടോ? ഇല്ല. സോ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, റോങ് ആണ്. കണ്ടോ? അടുത്തത്, ബോത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ മെഷേർഡ് ഇൻ പാസ്കൽ. സ്ട്രെസ്സും സ്ട്രെയിനും പാസ്കലിലാണ് മെഷർ ചെയ്യുന്നത്. ആണോടാ? അങ്ങനെയാണോ? അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ സ്ട്രെയിനിന് യൂണിറ്റേ ഇല്ല അല്ലേ? പക്ഷെ സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്താണ്? പാസ്കൽ ആണ്. കാരണം സെയിം ആസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. മൂന്നാമത്തേതിലേക്ക് വരൂ. എന്താ? സ്ട്രെസ് ഈസ് മെഷേർഡ് ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആൻഡ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി വൈൽ സ്ട്രെയിൻ ഈസ് യൂണിറ്റ് ലെസ് ആൻഡ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ശരിയാണോ തെറ്റാണോ? ഇവിടെയാണ് നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന കാര്യങ്ങൾ വരുന്നത്. സ്ട്രെസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്, പക്ഷെ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻസർ ക്വാണ്ടിറ്റി ആണ്, നോട്ട് സ്കെയിലാർ ആൻഡ് വെക്റ്റർ. സ്കെയിലാറും അല്ല വെക്ടറും അല്ല, അതൊരു ടെൻസർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. സോ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ്? റോങ് ആയിട്ട് പറയാം. മനസ്സിലായോ? ഓപ്ഷൻ 4ലേക്ക് വന്നേ. ഓപ്ഷൻ ഡി എന്താ? സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ whereas strain is dimensionless as it is the ratio of two dimension. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇത് മൂന്നും തെറ്റാവുമ്പോൾ എന്തായാലും ഇത് ശരിയായിരിക്കുമല്ലോ. അത് മാത്രമല്ല, നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് പ്രകാരവും എന്താണ്? സ്ട്രെസ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. എന്നാൽ സ്ട്രെയിനിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻലെസ് ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടു ഡയമെൻഷൻ. റേഷ്യോ ഓഫ് ടു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, അങ്ങനെയല്ലേ? അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ വോളിയം ഓഫ് ദ ബോഡി ഈസ് നോൺ ആസ്. നേരത്തെ പറഞ്ഞു എന്താണ്? ടൈപ്പ് ഓഫ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ വോളിയം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എപ്പോ നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് മൂലം ഒരു ഒബ്ജക്റ്റിന്റെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടായി അല്ലെ? വോളിയത്തിന് ചേഞ്ച് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് ഏതാണ്? വോളിയം സ്ട്രെസ് അഥവാ ബൾക്ക് സ്ട്രെസ് ആണ്. ഓപ്ഷനിലേക്ക് ഒന്നും നോക്കണ്ട, ആദ്യമേ കേട്ടോ. നമ്മൾ പഠിച്ചു വെച്ച പോയിന്റ് വെച്ച് നോക്കിയാൽ മതി. ഒരു ഡീഫോർമേഷൻ മൂലം ഒരു ഒബ്ജക്റ്റിന്റെ വോളിയത്തിനാണ് അവിടെ ചേഞ്ച് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ബൾക്ക് സ്ട്രെസ് അഥവാ വോളിയം സ്ട്രെസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് അല്ലേ? ഇനി ടെൻസൈൽ സ്ട്രെസ് ആണോ? ടെൻസൈൽ സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ മറ്റൊരു പേരാണ് ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ അല്ലേ? അതുപോലെ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്താണ്? ടാൻജൻഷ്യൽ സ്ട്രെസ് ടാൻജൻഷ്യൽ സ്ട്രെസ് ആണ് നമ്മുടെ ഷിയർ സ്ട്രെസ്. ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പിന് ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഉള്ള സ്ട്രെസ് ആണ് ഷിയർ സ്ട്രെസ്. ടെൻസൈല് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കേട്ടോ. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണോ? അല്ല, സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ ഡി ബൾക്ക് സ്ട്രെസ് അഥവാ വോളിയം സ്ട്രെസ് കേട്ടോ. ബൾക്ക് സ്ട്രെസ് അഥവാ വോളിയം സ്ട്രെസ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, യങ്സ് മോഡുലസ് y ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഗീവ് ദ വേരിയബിൾ. ഫോഴ്സ് എഫ് ആണ്, ഏരിയ എ ആണ്, ഒറിജിനൽ ലെങ്ത് എൽ ആണ്, ചേഞ്ചിങ് ലെങ്ത് ഡെൽറ്റ എൽ ആണെങ്കിൽ കറക്റ്റ് എക്സ്പ്രഷൻ എന്താണ്? കറക്റ്റ് എക്സ്പ്രഷൻ റിലേറ്റഡ് ടു യങ്സ് മോഡുലസ് എന്തായിരിക്കും? സോ നമ്മുടെ ഓപ്ഷനിലേക്ക് ഒന്നും പോകണ്ട, നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഏതാണെന്ന് വെച്ച് ക്രോസ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമുക്ക് വേണ്ടത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇനി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എഫ് ഫോഴ്സും എ ഏരിയയുമാണെങ്കിൽ സ്ട്രെസ് എഫ് ബൈ എ അല്ലേ? എഫ് ബൈ എ ആണ്. ഇനി എന്താണ് സ്ട്രെയിൻ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നല്ലേ? സ്ട്രെയിൻ എന്താ? സ്ട്രെയിൻ നോക്കിക്കേടാ, ഇവിടെ യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ അവിടെ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ടായി. അപ്പോൾ കറസ്പോണ്ടിങ് ആയ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ടായിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ചേഞ്ചിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ? അപ്പൊ നമുക്ക് ഈ സ്ട്രെയിനിന് പകരം എന്ത് കൊടുക്കാം? ചേഞ്ചിങ് ലെങ്ത്. ചേഞ്ചിങ് ലെങ്ത് എപ്പോഴും എന്താ? ഡെൽറ്റ എൽ അല്ലേ? ബൈ ഒറിജിനൽ ലെങ്ത് എൽ. കണ്ടോ? ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വന്നു.
ഇനി ഈ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ വന്നിരിക്കുന്നുണ്ടോടാ? ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ വന്നാൽ അതെന്താണ്, അങ്ങ് ഈ ഇവിടെ താഴെയുള്ള ആളങ്ങ് ന്യൂമറേറ്ററിൽ പോകും കേട്ടോ. എടാ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ വന്നിരിക്കുന്ന കണ്ടോ? ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ വന്നാൽ അല്ലേ, ഫ്രാക്ഷൻ വന്നാൽ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിലുള്ള ആള് അങ്ങ് ന്യൂമറേറ്ററിലേക്ക് പോകും. അതായത് ഇവിടെ എന്ത് വരും? എഫ് ഇൻറ്റു എൽ ബൈ എ ഡെൽറ്റ എൽ എന്ന് വരും കേട്ടോ. y is equal to എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. ഇതാണ് യങ്സ് മോഡുലസിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ. എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സിയിലേക്ക് നോക്കിക്കേ. ഓപ്ഷൻ സി അല്ലേ എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. ഓക്കെ അല്ലേ? മനസ്സിലായോ? തിരിഞ്ഞു പോകരുത് കേട്ടോ. അടുത്തത്, the shear modulus or modulus of rigidity is defined as the ratio of shearing stress to shearing strain. What is the SI unit of rigidity modulus or modulus of rigidity? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി അഥവാ ഷിയറിംഗ്. എന്താണ് ഷിയറിംഗ് മോഡുലസ് അല്ലേ? ഷിയറിംഗ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എടാ നമ്മൾ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അല്ലെങ്കിൽ ബൾക്ക് മോഡുലസ് അല്ലെങ്കിൽ എന്താണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എന്താണ്? ബേസിക്കലി എല്ലാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ തന്നെയാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഇപ്പം മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ചോദിച്ചാലും മോഡുലസ് ഓഫ് റിജിഡിറ്റി ചോദിച്ചാലും ബൾക്ക് മോഡുലസ് ചോദിച്ചാലും എല്ലാവരുടെയും യൂണിറ്റ് സെയിം തന്നെയാണ്. എല്ലാവരുടെയും യൂണിറ്റ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്ട്രെസ്സിന് യൂണിറ്റ് ഉണ്ട്, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ സ്ട്രെസ്സിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്, ബൈ സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാവരുടെയും യൂണിറ്റ് പാസ്കൽ തന്നെയാണ്. എന്താണ്? പാസ്കൽ ആണ്. അപ്പോൾ ഏതാ നമ്മുടെ ആൻസർ വരുന്നേ? ഓപ്ഷൻ സി പാസ്കൽ ആണ്. കണ്ടോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? തെറ്റിക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ വാട്ട് ഡിഡ് ബ്ലേസ് പാസ്കൽ ഒബ്സർവ് അബൌട്ട് ദ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്? എന്താ നമ്മൾ പാസ്കൽസ് ലോയിൽ പഠിച്ചത്? ഒരു ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഒരു ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു ഫോഴ്സ് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എന്താണ് വളരെ ഡിമിനിഷിങ് ആയിട്ടുള്ള രീതിയിലേക്ക് ഈക്വലായ രീതിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അത് നമ്മൾ ശരിക്കും ഒരു 10th ക്ലാസ്സിലൊക്കെ അത് പഠിക്കുന്നതാണ്. പാസ്കൽസ് ലോ എന്ന് പറഞ്ഞ് പഠിക്കും അല്ലേ? നമ്മൾ ചെറുതായിട്ട് കൊടുക്കുന്നൊരു ഫോഴ്സ് ഈക്വലായിട്ട് എല്ലാ ഭാഗത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാറുണ്ട്. ഈ പാസ്കൽസ് ലോ നിങ്ങൾക്ക് പഠിക്കാനുമ്പോ അല്ലെങ്കിൽ മറന്നു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പണ്ട് ടൂത്ത് പേസ്റ്റ് ഇല്ലേ, ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ അല്ലേ നമ്മൾ പേസ്റ്റ് എടുത്ത് ബ്രഷിലേക്ക് പേസ്റ്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഈ ഒരു എൻഡിലല്ലേ നമ്മൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലേ? അതായത് ഞാനിപ്പോൾ പേസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു റൈറ്റ് എൻഡിൽ കൊടുത്താൽ പോലും എനിക്ക് ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? പേസ്റ്റ് കിട്ടും അല്ലേ? അതായത് ഒരു പ്രഷർ ഞാൻ ചെറിയൊരു പാർട്ടിൽ കൊടുത്താൽ പോലും അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നതുകൊണ്ടല്ലേ എനിക്ക് ഇപ്പുറത്ത് പേസ്റ്റ് കിട്ടിയത് അല്ലേ? അപ്പോൾ ആലോചിക്കുക, ഇറ്റ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ലോ. ഓക്കെ, പക്ഷെ അതിപ്പം നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ പേസ്റ്റിൻ്റെ കാര്യമൊന്നുമല്ല, കുറച്ചുകൂടി വലിയ വലിയ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്കത് പഠിക്കണം. നമ്മളത് ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം ഒരു പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം പാസ്കൽസ് ലോ എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പാസ്കൽസ് ലോയിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരേ ഹൈറ്റിലുള്ള പോയിന്റിൽ നോക്കിക്കേടാ, ഇതൊരു കണ്ടെയ്നറിൽ ഞാൻ കുറച്ച് ഫ്ലൂയിഡ് എടുത്തിരിക്കുകയാണ്. ഇതിൽ ഒരേ ഹൈറ്റിലുള്ള പോയിന്റിൽ അനുഭവപ്പെടുന്ന പ്രഷർ എല്ലാം സെയിം ആയിരിക്കും കണ്ടോ. സെയിം ഹൈറ്റിലുള്ള പോയിന്റ് ആണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ സെയിം ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പാസ്കൽസ് ലോയിൽ ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് വന്നേ. ദ പ്രഷർ ഈസ് ഹയസ്റ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ദ കണ്ടെയ്നർ. ആണോ? കണ്ടെയ്നറിന്റെ ഏറ്റവും താഴെയാണോ ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത്? അങ്ങനെ ഒന്നും പറയുന്നില്ല, അങ്ങനൊന്നും ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അത് റോങ് ആണ്. അടുത്തത്, ദ പ്രഷർ ഈസ് ദ സെയിം അറ്റ് ഓൾ പോയിന്റ് ഇഫ് ദേ ആർ അറ്റ് ദ സെയിം ഹൈറ്റ്. കണ്ടോ, ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണ്. ഒരേ ഹൈറ്റിലാണെങ്കിൽ ഒരേ ഹൈറ്റിലുള്ള പോയിന്റിലെല്ലാം അനുഭവപ്പെടുന്ന പ്രഷർ സെയിം ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. നമുക്ക് സിയും ഡിയും വെറുതെ ഒന്ന് നോക്കാം. സി എന്താ? ദ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ദ ലിക്വിഡ്. ആണോടാ? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണോ? അല്ല. അടുത്തത്, ദ ഫ്ലൂയിഡ് പ്രഷർ ഈസ് ഓൾവേസ് പാരലൽ ടു ദ ഒബ്ജക്റ്റ് സർഫസ്. അല്ല, ഒരിക്കലും അല്ല.
സോ ഓപ്ഷൻ സിയും ഡിയും റോങ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. പ്രഷർ ഈസ് ദ സെയിം അറ്റ് ഓൾ പോയിന്റ് ഇഫ് ദേ ആർ അറ്റ് ദ സെയിം ഹൈറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതാണ്, ഇത് നോട്ട് ചെയ്ത് വെച്ചോ, സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. പാസ്കൽസ് ലോയെ പറ്റി ആലോചിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണം, ഒരേ ഹൈറ്റിലുള്ള എന്താണ് പോയിന്റ് എല്ലാം സെയിം പ്രഷർ ആയിരിക്കും. ചെറുതായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ് അല്ലെ, ചെറുതായിട്ടൊരു ഫോഴ്സ് ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് അതിൽ നിന്നൊരു വലിയ രീതിയിൽ എല്ലായിടത്തേക്കും നമുക്ക് എന്താണ് ആ പ്രഷർ കൊണ്ട് എത്തിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? എല്ലാ ഭാഗത്തേക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ഈ രണ്ട് കാര്യങ്ങൾ പാസ്കൽസ് ലോയിൽ നിങ്ങൾക്ക് ഓർമ്മ വരണം. ഓക്കെ, അങ്ങനെ ആണെങ്കിലേ നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ തന്നിട്ട്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട്, ഇപ്പോൾ ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ചെറിയൊരു ഫോഴ്സ് അതിന് ഇപ്പുറത്തെ സൈഡിൽ ഒരു വലിയ ഫോഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിരിക്കുക. ഓക്കെ അല്ലേടാ? ഓക്കെ.